കർണാടക ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം പുരോഗമിക്കവേ സംഘർഷമുണ്ടാക്കിയ ഒരു വിഭാഗം മുൻപ് കൊല്ലപ്പെട്ട സൗജന്യയുടെ ബന്ധുവിന്റെ വാഹനം തകർത്തു. മാധ്യമപ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചു. ധർമ്മസ്ഥലയിൽ ഇന്ന് മണ്ണ് നീക്കിയുള്ള പരിശോധന നടന്നില്ല. ൽ കൊല്ലപ്പെട്ട സൗജന്യയുടെ വീടിനു സമീപം നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്ത യൂട്യൂബറെ മർദ്ദിച്ചതോടെയാണ് സംഘർഷത്തിന്റെ തുടക്കം. ധർമ്മസ്ഥലയിൽ നിന്നും പരിസര പ്രദേശത്തു നിന്നും നിരവധി പേർ സംഘടിച്ചെത്തി മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചു. ക്യാമറ ഉൾപ്പെടെ നശിപ്പിച്ചു. ഇവർ പരാതി നൽകാൻ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലെത്തിയതോടെ ഈ സംഘം സ്റ്റേഷന് മുന്നിലെത്തി. സാരമായി പരിക്കേറ്റ 6 മാധ്യമപ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ അവിടേക്ക് വന്നു. പിന്നീട് ചേരി തിരിഞ്ഞ് പോർവിളി. ഇതിനിടെ കൊല്ലപ്പെട്ട സൗജന്യയുടെ ബന്ധുവിന്റെ വാഹനം ഒരു വിഭാഗം അടിച്ചു തകർത്തു. മംഗളൂരുവിൽ നിന്ന് വൻ പോലീസ് സംഘം ധർമ്മസ്ഥലയിലെത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. വെസ്റ്റ് സോൺ ഐജിയും ദക്ഷിണ കന്നഡ എസ്പിയും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് SITക്ക് മുന്നിൽ ഹാജരായത്. റോഡിനോട് ചേർന്ന 13ാം സ്പോട്ടിലെ പരിശോധന എങ്ങനെ വേണമെന്നതിൽ തീരുമാനമായിട്ടില്ല. 24 ധർമ്മസ്ഥല.